وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ നഷ്ടപ്പെടുത്താതെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ കാമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അതിന്റെ അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിൽ നിന്ന് 22 നോമ്പുകൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു കഴിഞ്ഞു. ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വീഴ്ചകൾ അവന്റെ മഹത്തായ ഫള് കൊണ്ട് പുറത്തു തരട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാം അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, എന്തിനാണ് പരിശുദ്ധ നോമ്പ്? നമ്മുടെ 11 മാസത്തെ വിശ്രമമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ്, നിഅമത്താണ് പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റമദാനിൽ ജീവിക്കുവാൻ സാധിച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലേക്ക് അടുക്കുകയും അവന്റെ മനസ്സിൽ ഒന്നുകൂടി തഖ്വ എന്ന ഊർജം അവൻ നേടിയെടുക്കുകയും അതുപോലെ തന്നെ ആത്മവിശുദ്ധിയും അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ കരിച്ചു കളഞ്ഞ് ഒരുപാട് നന്മകൾ, പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശുദ്ധ റമദാനിലൂടെ ഒരു മുസ്ലിമിന് സാധിക്കണം. എന്തുകൊണ്ട് നോമ്പ് എന്ന് ചോദിച്ചാൽ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് നരകമോചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെയും നരകമോചനത്തെയും ചേർത്തി പറഞ്ഞു. ഇന്നലില്ലാഹി ഉതഖാഉ മിനൻ നാരി ഫീ കുല്ലി യൗമിൻ വ ലൈല. പരിശുദ്ധ റമദാനിന്റെ എല്ലാ രാത്രിയും പകലും അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന ചില അടിമകളുണ്ട്. മിൻ റമദാന, പ്രത്യേകം ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റമദാനിലെ രാവും പകലിലും അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന ചില അടിമകളുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 30 ദിവസം അതിൽ ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20 നോമ്പുകൾ വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു രാത്രിയിൽ, ഏതെങ്കിലും ഒരു പകലിൽ അള്ളാഹു നരകമോചനത്തിൽ എഴുതപ്പെടുന്ന, രേഖപ്പെടുത്തപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ആ ദാസന്മാരിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സുയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്, മിനന്നാർ. പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിച സ്വീകരിക്കുകയാണ്. അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്ത് സംരക്ഷിക്കപ്പെടുന്ന വലിയൊരു രക്ഷാ കവചം അവൻ സ്വീകരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്.
മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ ജാ റമളാനു, റമളാൻ വന്നാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ നരക കവാടങ്ങൾ അടക്കേണ്ടതും സ്വർഗ കവാടങ്ങൾ തുറക്കേണ്ടതും ഒരു മനുഷ്യനാണ്, ഒരു മുസ്ലിമാണ് എന്നർത്ഥം. അപ്പൊ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട് സ്വർഗീയ കവാടങ്ങളിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷം എത്രത്തോളം വഴി ദൂരമുണ്ടോ അത്രയും അകലെ 70 വർഷം സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തുവാൻ എത്ര ദൂരമെടുക്കുമോ അത്രയും ദൂരം അവന്റെ മുഖത്തെയും നരകത്തെയും അള്ളാഹു അകറ്റിക്കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. അതിൽ പോകുന്ന ഏറ്റവും അധഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെട്ടുകൂടാ. ഈ ഒരു ചിന്തയാണ് പരിശുദ്ധ റമദാനിന്റെ കാമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന അവസാനത്തെ 10 ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത് ആ നരകത്തിൽ ഉൾപ്പെടുന്ന അധഭാഗ്യരിൽ ഒരിക്കലും പെട്ടുകൂടാ. കാരണം എന്താണ്? രക്ഷപ്പെടാൻ ഖുർആൻ പല രൂപത്തിൽ പല ശൈലിയിൽ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, രക്ഷപ്പെടണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒറ്റയ്ക്കല്ല, മക്കളെ രക്ഷപ്പെടുത്തണം, ഭാര്യയെ രക്ഷപ്പെടുത്തണം, ഉപ്പാനെയും ഉമ്മാനെയും രക്ഷപ്പെടുത്തണം. രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരെല്ലാമാണോ അവരെയെല്ലാം രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എന്താ കാരണം? അവിടെ ഇന്ധനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൗതികമായ സംവിധാനങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുന്നതല്ല, നേരെ മറിച്ച് മനുഷ്യായ മാംസങ്ങളും അതുപോലെ തന്നെ കല്ലുമാണ്. കാരണം കല്ല് കത്തിയാൽ കറുത്തു പുകകളാണ്, അവിടെ പ്രയാസപ്പെടുത്തുന്ന ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ തൊലി നഷ്ടപ്പെട്ട് മാംസമാണെങ്കിൽ അത് കല്ലുമായി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. അങ്ങനെ ആ നരകത്തിലെ യാതനകൾ ഏറ്റുവാങ്ങുന്ന സമയത്തോ കഠോര ഹൃദയത്തിന്റെ ഉടമകളായ മലക്കുകൾ അതിലുണ്ട്. പരുഷ സ്വഭാവത്തിന്റെ ഉടമകൾ, കാരുണ്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഉടമകളായ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത മലക്കുകൾക്ക്, കിങ്കരന്മാരായ മലക്കുകൾ, കാരുണ്യമില്ലാത്ത മലായികത്തുകൾ കാവൽക്കാരായി നിൽക്കുന്ന ആ നരകത്തിലെ ഇന്ധനം കല്ലും മനുഷ്യ ശരീരവുമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടേണ്ടത്? നരകത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള യാതനകളുണ്ട്. 15ഓളം കാരണങ്ങൾ കൊണ്ട് നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ സമയത്ത് അത് ചുരുക്കി പറയാണ്. ഒന്ന്, ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നരകത്തീയുടെ ഭീകരത തന്നെയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പലപ്പോഴും നമ്മൾ കേട്ടവരാണ്, ഞാറുക്കും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അ, നിങ്ങൾ ഈ ദുനിയാവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തീയിലെ 70 അംശമാണ്. നരകത്തീയിനെ 70 ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് ദുനിയാവിലെ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക അവസ്ഥ. ദുനിയാവിലെ തീയിന്റെ അവസ്ഥ തന്നെ എന്താണ് എങ്കിൽ അതിന്റെ 70 ഇരട്ടി ചൂടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അതിന്റെ 90 ഇരട്ടി ചൂടാണ് നരകത്തിലെ തീയെന്ന്. എനിക്കും നിങ്ങൾക്കും ഒക്കെ പേടി വേണം, ബേജാറ് വേണം. എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ നരക തീയിലിട്ട് നരകവാസികളെ കത്തിക്കുക? അതിന്റെ എല്ലാ വാതിലുകളും അടച്ചു മൂടിക്കൊണ്ട് ഇന്നഹാ അലൈഹിം മൂസദ, ആ നരകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വാതിലുകൾ അടക്കപ്പെട്ട രീതിയിൽ നരകവാസികളെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ട് അതിലെ ചൂടേറ്റുവാങ്ങി യാതനകളോടെ അട്ടഹാസങ്ങളോടെ അതിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശക്തമായ ഒരു ചൂടുണ്ടാകുന്ന സമയത്ത് ഒരു ആശ്വാസമാണ് തണല്. എന്നാൽ നരകത്തിൽ തണലുണ്ട്. സൂറത്തുൽ മുർസലാത്തിൽ അള്ളാഹു പറയാണ് നരകത്തിൽ തണലുണ്ട്. അള്ളാഹു പരിഹാസത്തോടുകൂടി പറയാണ്, നിങ്ങൾ നരകത്തിലെ തണലിലേക്ക് മാറി നിൽക്കണം. ലാ വലീലും വലാ യുഗ്നി മിനൽ ലഹബ്. പക്ഷെ ആ തണലിലേക്ക് നിങ്ങൾ മാറിയാൽ നരകത്തിലെ ചൂടിൽ നിന്ന് തണൽ ലഭിക്കൂല. ആ തണലിന്റെ സംവിധാനം എങ്ങനെയാണ്? വീണ്ടും ചൂട് കൂടുന്ന, അതുപോലെ തന്നെ തീജ്വാലകളിൽ നിന്ന് ഒരിക്കലും സംരക്ഷണം നൽകപ്പെടാത്ത യാതനകൾ മാത്രം, തീജ്വാലകളിൽ നിന്ന് ഒരിക്കലും സംരക്ഷണം തരുവാൻ സാധിക്കാത്ത പ്രത്യേകമായി സംവിധാനിച്ച തണലായിരിക്കും അതിലും യാതനകളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത് നരകത്തിന്റെ ആഴമാണ്.
എന്താണ് നരകത്തിന്റെ ആഴവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ ഉൽഖിയ ഹജറുൻ ഫീ ജഹന്നമ, കേട്ടവരാണ് നമ്മളൊക്കെ, ഒരു കല്ല് നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ ലഹവാ 70 ഖരീഫ, ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിലെത്താൻ വ്യത്യസ്തങ്ങളായ തട്ടുകൾ നരകത്തിലുണ്ട്. അതിന്റെ ഏറ്റവും അടിത്തട്ട് മുനാഫിക്കിനാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നിസ്കരിക്കാൻ വരാതെ അതുപോലെ തന്നെ കാപട്യം ഉള്ളിൽ ഒതുക്കിയ ദ്വിമുഖ സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അവരാണ് മുനാഫിക്കുകൾ, കപടന്മാർ. സംസാരിച്ചാൽ കളവ് പറയും, ഏതെങ്കിലും വിഷയത്തിൽ കരാറ് നൽകിയാൽ, വാഗ്ദാനം നൽകിയാൽ അത് പൂർത്തീകരിക്കുകയില്ല, വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ചതി കാണിക്കും. അങ്ങനെയുള്ള മുനാഫിക്കീങ്ങൾക്ക് സംവിധാനിച്ചിട്ടുള്ളത് നരകത്തിന്റെ അടിത്തട്ടാണ്. ആ അടിത്തട്ടിൽ കല്ലെത്താൻ 70 വർഷം എടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് നമുക്ക് ബേജാറ് വേണം. എന്താണ് പ്രിയപ്പെട്ടവരെ, ഇത് പെട്ടെന്ന് കല്ല് എത്തിയിരുന്നുവെങ്കിൽ അത് പെട്ടെന്ന് നിറയുമെന്ന് നമുക്ക് ഒന്ന് സങ്കല്പിക്കാമായിരുന്നു. പക്ഷേ 70 വർഷം അതിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ, കല്ല് അതിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ 70 വർഷം എടുക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ നരകം നിറയാൻ എത്ര ആളുകൾ അതിലേക്ക് വേണ്ടി വരും? അപ്പൊ ചെറിയ ആഴമാണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തൗഹീദുള്ള ഈമാനുള്ള മുവഹിദീങ്ങളായ നമ്മളൊക്കെ എങ്ങനെങ്കിലും തട്ടിമുട്ടി അതിലെത്തിപ്പെടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നിറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടുമോ, സ്വർഗം ലഭിക്കുമോ, നരകത്തിലെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന ബേജാറും സങ്കടവും ആകുലതയും അതിൽ നിന്നുള്ള പ്രാർത്ഥനകളും അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഉയർത്തപ്പെടേണ്ട ദിവസങ്ങളാണ് കടന്നു വരുന്നത് എന്നർത്ഥം. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, അതിലെ ഭക്ഷണമാണ്. സൂറത്തു ദുഖാനിൽ കാണാം, ഇന്ന ശജറത സഖൂം, അതാ നരകത്തിലുള്ളത് സഖൂം എന്ന മരമാണ്. ത്വആമുൽ അഥീൻ, പാപികളായി, തമ്മാടികളായി, താന്തോന്നികളായി, അള്ളാഹുവിന്റെ അതിർവരമ്പുകളൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ ജീവിച്ച പാപികൾക്കുള്ള ഭക്ഷണം നരകത്തിൽ അത് സഖൂമാണ്. കൽമുഹിൽ, ഖുർആൻ പറയാണ്, അത് ലോകം തിളച്ചു മറിയുന്ന രൂപത്തിലാണ്. യഗ്ലീഫിൽ ബുത്തൂൻ, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ അവരുടെ വയറ് തിളച്ചു മറിയാണ്. കഗലിൽ ഹമീം, ചുടുവെള്ളം, ഒരു പാത്രത്തിലുള്ള ചുടുവെള്ളം തിളച്ചു മറിയുന്ന രൂപത്തിൽ അവരുടെ വയറ് തിളച്ചു മറിയുമെന്ന് വിശുദ്ധ ഖുർആൻ ഒന്നും അതിശയോക്തിക്ക് പറയില്ല. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നരകത്തിൽ പോകുന്ന അധഭാഗ്യർ അനുഭവിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഭക്ഷണത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, മറ്റ് ശിക്ഷാമുറകളുടെ അവസ്ഥ. നാലാമതായി ഖുർആൻ പറയാണ്, അതിലെ പാനീയം, വെള്ളം, വസുഖൂ മാഅൻ ഹമീമൻ, ചുടുവെള്ളം അവരെ കുടിപ്പിക്കപ്പെടും. അവരുടെ കുടൽമാല ചിതറിപ്പോകും ആ ചുടുവെള്ളം കാരണത്താൽ. ഇതാണ് പാനീയത്തിന്റെ അവസ്ഥ. അപ്പൊ മറ്റ് ശിക്ഷകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, രക്ഷപ്പെടണം പ്രിയപ്പെട്ടവരെ. അഞ്ചാമതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിന്റെ തൊലി. നരകവാസികളുടെ തൊലിയെ കുറിച്ച് പറയുന്നത് എന്താണ്? അവരുടെ തൊലി ഇങ്ങനെ കരിഞ്ഞു പോകുന്ന സമയത്ത് വീണ്ടും അവർക്ക് പകരം തൊലി നൽകും. വിശുദ്ധ ഖുർആന്റെ വചനമാണ്, സൂറത്തു നിസാഇന്റെ ആയത്താണ്. വില്യം ക്യാമ്പലിനെ പോലെയുള്ള അമേരിക്കയിലെ ഒരു ഡോക്ടറാണ് ഇദ്ദേഹം. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിൽ സജീവമായി ഏർപ്പെട്ട വില്യം ക്യാമ്പൽ എന്ന ഒരു അമേരിക്കൻ ഡോക്ടർ ഇസ്ലാമിലേക്ക് വരികയാണ്. കാരണം ഇതിലൊരു ശാസ്ത്രീയ വശമുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ വേദന സമ്മാനിക്കുന്ന നരമ്പുകളുള്ളത് തൊലിയിലാണ്. തൊലി കത്തി നശിച്ചാൽ പിന്നെ വേദനയ്ക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് ആ നരകത്തിലെ യാതനകളും വേദനകളും ശരിക്കാസ്വദിക്കാൻ അള്ളാഹു നൽകിയ സമ്മാനമായ ഏറ്റവും വലിയ നിഅമത്താകുന്ന കണ്ണുപയോഗിച്ച് ഹറാം ചെയ്തവർ, അതുപോലെ തന്നെ കാലുപയോഗിച്ച് ഹറാമിലേക്ക് നടന്നവർ, നാവ് ഉപയോഗിച്ച് ഹറാമുകൾ സംസാരിച്ചവർ, അള്ളാഹു നൽകിയ സകല നിഅമത്തുകളും ഉപയോഗിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ ശരിക്ക് ശിക്ഷ ആസ്വദിച്ച് നുകരാൻ അവർക്ക് പകരമായി തൊലിയെ അള്ളാഹു സംവിധാനിക്കും. ഖുർആൻ പറയാണ്, എന്തിനാണ് തൊലി പകരം നൽകുന്നത്? ലിയദൂഖുൽ അദാബ, ശിക്ഷ ശരിക്ക് നുകരാൻ വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അഞ്ചാമത്തെ കാരണം അതാണ്. ആറാമതായി നമുക്ക് കാണുവാൻ സാധിക്കും നിലവിളിയാണ് നരകത്തിൽ. വഹും യസ്തരീഖൂന ഫീഹാ, വഹും യസ്തരീഖൂന ഫീഹാ, അട്ടഹസിക്കാണ്. സ്വറഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അട്ടഹസിക്കാണ്. പരിസര ബോധം മറന്ന് നരകവാസികൾ നരകത്തിലെ യാതനകൾ അനുഭവിക്കുന്ന സമയത്ത് അവർ അട്ടഹസിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, അവിടെ ചിരിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പരിഹസിച്ച് പറയുന്നത്, അള്ളാഹു പരിഹസിച്ച് പറയുന്നത്, ദുനിയാവിൽ കുറെ നിങ്ങൾ ചിരിച്ചില്ലേ, അതുകൊണ്ട് വലിയ ബുക്കു കസീറ, ഈ നരകത്തില് ധാരാളമായി കരഞ്ഞു തീർത്തോളി എന്ന്. ഇതിന് നമ്മൾ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. റമദാനിൽ ജീവിക്കാൻ സാധിച്ച്
മുസ്ലിം തറവാട്ടിൽ ജനിച്ചു വളർന്ന് തൗഹീദ് പഠിച്ച് സുന്നത്ത് മനസ്സിലാക്കാൻ സാധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലാണെന്ന് പ്രഖ്യാപിച്ച, അള്ളാഹുവാണ് ഏകനായി ഇലാഹി എന്ന് പ്രഖ്യാപിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നരകത്തിൽ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെ അട്ടഹസിക്കുന്നവരുടെ വാചകം എന്താണ്? അങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് അവരെന്താണ് പറയുന്നത്? റബ്ബന അഖ്രിജ്ന, ഒന്ന് പുറത്താക്കുക പടച്ചോനെ. ചെയ്യാത്ത ഒരുപാട് സൽക്കർമ്മങ്ങൾ, ബോധ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് റബ്ബേ, ഒന്ന് പുറത്താക്കി എന്നാണ് അവർ പറയുന്നത്. കരഞ്ഞു തീർത്തുകൊണ്ട് അള്ളാഹുവിനോട് അവർ യാചിക്കുന്നത് എന്താണ്? പടച്ചോൻ പുറത്താക്കണമെന്നാണ്. പ്രിയപ്പെട്ടവർ, ലക്ഷ്യബോധം വേണം ജീവിതത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ, നന്മകളിലൂടെ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ, തിന്മകൾ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ റമദാൻ അതിനാണ്. അതുകൊണ്ട് നരകമോചനം എന്ന വലിയ ചിന്തയും പ്രാർത്ഥനയും ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. എട്ടാമതായി സഹോദരങ്ങളെ, അതിനെ ഏറ്റവും ചെറിയ ശിക്ഷ ഇമാം ബുഖാരിയും ഹദീസിൽ കാണാം, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബ, നരകവാസിയുടെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ്? ചെരുപ്പ് ധരിക്കാൻ കൊടുക്കും. ആ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് അതിലെ ചൂട് കാരണത്താൽ ആ കാലിന്റെ ആ പാതയിലൂടെ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് ആ ചൂട് അവരുടെ തലച്ചോറിലെത്തുമെന്നാണ് ഹദീസിലുള്ളത്. ഇതുപോലും ഭീകരമാണെങ്കിൽ, നരകവാസിക്ക് വേണ്ടി ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഭീകരമാണെങ്കിൽ, പ്രിയപ്പെട്ടവര്, വലിയ ശിക്ഷന്റെ പ്രത്യേകത എന്തായിരിക്കും? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം, നരകവാസികൾ നരകത്തിൽ നിന്ന് ശിക്ഷ ഏൽക്കുന്ന സമയത്ത് അതിന്റെ പാറാവുകാരോട് പറയും, ഉദ്ഉ റബ്ബക്കും, നിങ്ങളൊന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുക. കാരണം എന്താ? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു, നന്മ ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. ഉയർത്തപ്പെടുന്ന ദുആ അത് അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ഒരു മുഅ്മിനിന്റെ പ്രാർത്ഥനയെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ പ്രാർത്ഥന കൈകൾ ഉയർത്തി അള്ളാഹുവിലേക്ക് പ്രാർത്ഥന ഉയർത്തിയാൽ വട്ടപൂജമായി ആ കൈ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. എമ്പാടും പ്രാർത്ഥിച്ചു തീർക്കാൻ ഈ ദുനിയാവിൽ അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നരകവാസികൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പ്രാർത്ഥന കേൾക്കില്ല. അതുകൊണ്ട് ഉദ്ഉ റബ്ബക്കും, പാറാവുകാരോട് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കൂ, യുഖഫഫ് അന്ന, ഞങ്ങൾക്കൊന്ന് ശിക്ഷയിൽ നിന്ന് ലഘുത്വമുണ്ട്, ശിക്ഷയിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ രക്ഷപ്പെടൂല. അതുകൊണ്ട് ഈ അനുഭവിച്ച് തീർക്കുന്നതിൽ നിന്ന് ഒന്ന് ലഘുത്തുണ്ടാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. നമുക്കാണ് ആ അവസ്ഥ വരുന്നതെങ്കിൽ ഒരു മടക്കുണ്ടാവൂല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകണം, അള്ളാഹു കാത്തു രക്ഷിക്കേണ്ടതുണ്ട്, അതിന് ജീവിതത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒമ്പതാമതായി വിശുദ്ധ ഖുർആൻ പറയാണ്, അവിടെ സംവിധാനിച്ച ചങ്ങലകൾ. വിശുദ്ധ ഖുർആനിൽ കാണാം, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിപ്പിക്കും. ഒരു നിന്യതയാണ്. കയ്യാമം വെച്ച് ജയിലിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപമാനമാണ്. നരകവാസിക്ക് നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അപമാനമാണ്. പ്രിയപ്പെട്ടവരെ, പരകോടി ജനങ്ങൾക്ക് മുമ്പിൽ തോന്നിവാസികളായ ധിക്കാരികളായ നരകത്തിന്റെ ഉടമകളെ കയ്യാമം വെച്ച് വിലങ്ങ് വെച്ച് ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന സമയത്ത് പോലും ഒരു നിലക്കും നേരിയൊരു ആശ്വാസം പോലും നരകവാസിക്ക് ഉണ്ടാകുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് പറയുന്നത്. 10ാമതായി പ്രിയപ്പെട്ടവർ, അവിടുത്തെ വസ്ത്രമാണ്. നരകത്തിൽ വസ്ത്രമുണ്ട്, നരകവാസിക്ക് വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? കുത്യഅത്ലഹും സിയാബും മിൻ നാരിൻ, തീയിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല, സങ്കല്പിക്കുന്നതിലും അപ്പുറമാണ് തീയിൽ നിന്നുമുള്ള പ്രത്യേകമായ വസ്ത്രം നരകത്തിൽ അള്ളാഹു സംവിധാനിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? തീയിൽ നിന്നുമുള്ള വസ്ത്രം. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നരകവാസികൾ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്, സൂറത്തുൽ ഹജ്ജിലെ 19ാമത്തെ വചനമാണ്. 11 സഹോദരങ്ങളെ, തലയിൽ തിളച്ച വെള്ളം ഒഴിക്കും. അവിടെ ഈ ആശ്വാസമില്ല. ശരിക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ മാർഗം, ചൂടനുഭവിക്കുന്ന സമയത്ത് ആശ്വാസത്തിന്റെ മാർഗമാണ് തലയിൽ കുറച്ച് വെള്ളം ഒഴിക്കപ്പെടുക എന്നുള്ളത്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്? നരകത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ മൂർധാവിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, 12ാമതായി അല്ലാഹു പറയാണ്, പുറത്തു പോരാൻ അവർ ശ്രദ്ധിക്കും. ഈ ഒരു അവസ്ഥ നരകം. അതുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആയത്ത് തന്നെ പ്രസക്തമാണ്. എങ്ങനെയാണ് അവര് പുറത്തു വരാൻ ശ്രമിക്കുക? എങ്ങനെയെങ്കിലല്ല, ദുഃഖം കടിച്ചമർത്തി. മിൻ ഗമ്മിൻ, മനസ്സങ്കടം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. ആ സകല സങ്കടങ്ങളും കടിച്ചമർത്തി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാമായിരുന്നു റബ്ബേ എന്ന
ബേജാറിൽ അവർ നരകത്തിൽ നിന്ന് പുറത്തു പോരാൻ ശ്രമിക്കണം. അതിന്റെ പാറാവുകാർ വീണ്ടും അവരെ മടക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചോളൂ, രുചിച്ചോളി ഹദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ഈ തീജ്വാലകൾ ആകുന്ന ശിക്ഷ നിങ്ങൾ ശരിക്ക് രുചിച്ചുകൊള്ളുവിനെന്ന് മലക്കുകൾ അവരോട് പറയുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കണം. 13-ാമതായി സഹോദരങ്ങളെ, അവരുടെ മുഖം കത്തും. നരകവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുഖത്തിന് ശിക്ഷയുണ്ട് എന്നത്. കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അവന്റെ മുഖം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ചെണ്ട കൂടുകയാണെങ്കിൽ മുഖത്തെ നിങ്ങൾ ആദരിക്കണമെന്ന്, മുഖം ഒഴിച്ചു നിർത്തണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ വജ്ജഹ്തു വജ്ഹി, മുഖത്തെ തിരിച്ചു. ശരീരം മൊത്തമാണ് തിരിക്കുന്നത് അല്ലാഹുവിലേക്ക്, ഖിബിലയിലേക്ക്. എന്നാലും അവിടെ പറയുന്നത് എന്റെ മുഖം തിരിച്ചു എന്നാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുഖം. ആ മുഖത്തിന് അപമാനമാണ്. അതുകൊണ്ടാണ് നരകവാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ 104-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, തൽഫഹു വുജൂഹുഹുമുൻ നാർ, അവരുടെ മുഖത്തെ നരകത്തീ കരിച്ചു കളയും. എന്നിട്ട് പടച്ചോൻ പരിഹസിക്കാണ്, വഹും ഫീഹാ കാലിഹൂൻ, അവരെ കണ്ടാൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നവരായി കാണാം. എന്താ കാരണം? ഇവിടുത്തെ മാംസങ്ങളെല്ലാം നരകത്തീ കരിച്ചു കളഞ്ഞു. പിന്നെ അവരുടെ പല്ല് കാണാം. ആ സമയത്ത് അവർ ചിരിക്കാന്ന് തോന്നും. അള്ളാഹു കളിയാക്കാണ്. മറ്റൊരായത്തിൽ കാണാം, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിലൂടെ അവരെങ്ങനെ വലിച്ചേക്കും. നരകവാസികൾ മുഖം കുത്തി നടക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ദൂഖൂ മസ്സ സഖർ, എന്നിട്ട് മലക്കുകൾ പറയും, മുഖം പിടിച്ച് വലിച്ചയച്ചിട്ട് മലക്കുകൾ പറയും, നിങ്ങൾ സഖർ ആസ്വദിക്കുക. എന്താണ് സഖർ? നരകത്തിന്റെ വ്യത്യസ്ത സംവിധാനങ്ങളിലുള്ള ഒരു സംവിധാനമാണ് സഖർ എന്ന നരകം. ലവാഹത്തുൽ ലിൽ ബശർ, മനുഷ്യ തൊലിയെ കരിച്ചു കളയുന്ന പ്രത്യേകമായ ശിക്ഷാമുറ ഏർപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനമാണ് സഖർ. മുഖം കുത്തി നടക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സ്വഹാബത്തിനോട് ഈ ആയത്ത് ഓതിക്കൊടുത്ത സമയത്ത് സ്വഹാബികൾക്ക് സംശയം ഉണ്ടാകും, എങ്ങനെയാണ് പ്രവാചകരെ മുഖം കുത്തി നരകത്തിൽ നടക്കുക? നമ്മൾ കാലുകൊണ്ടല്ല നടക്കുന്നത്, എങ്ങനെയാണ് മുഖം കുത്തി നടക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൈസല്ലദി അംശാഹു അല റിജ്ലൈനി, കാലുകൊണ്ട് നടക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ അല്ലാഹു ഖാദിറൻ, അവര് കഴിവുള്ളവനാണ് അവൻ, അലാ അൻ യുംശിയഹു അലാ വജ്ഹിഹി, മുഖം കുത്തി നടത്തിപ്പിക്കാൻ. കാലുകൊണ്ട് നടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയവൻ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിനറിയും എങ്ങനെ മുഖം കുത്തി നടത്തിപ്പിക്കണമെന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 14-ാമത് സഹോദരങ്ങളെ, നരകത്തിൽ മരണമില്ല, സ്വർഗവാസിക്കും മരണമില്ല. നമ്മളൊക്കെ കേട്ടവരാണ്, ആടിന്റെ രൂപത്തിൽ നരകത്തിൽ മരണത്തെ കൊണ്ടുവരും, എന്നിട്ട് ആടിനെ അറക്കും. എങ്ങനെയാണ് അതിന്റെ രൂപം നമുക്കറിയില്ല. എന്നിട്ട് പറയും, ഈ ആട് മരിച്ചതുപോലെ മരണത്തിന് മരണം, മരണത്തിനൊരു എൻഡ്. നരകവാസികൾക്ക് മരണമില്ല എന്നർത്ഥം. ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, ലാ യുഖ്ദാ അലൈഹിം ഫയമൂത്ത്, മരിക്കാൻ വേണ്ടി അവിടെ ഒരു വിധിയില്ല. മരണം എന്ന വിധി നരകത്തിലില്ല. അതുകൊണ്ടാണ് നരകവാസികൾ മാലിക് എന്ന അഥവാ 19 കാവൽക്കാർ നരകത്തിലുണ്ട്. എന്തിനാണ് 19 കാവൽക്കാർ? അള്ളാഹുവിന് 19 കാവൽക്കാരുടെയും ആവശ്യമില്ല. ഈ ആയത്ത് ശരിക്കൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്. കാരണം കുഫാറുകൾ പരിഹസിച്ചു, മുഹമ്മദ്, നിന്റെ നരകത്തിന് 19 കാവൽക്കാരാണെങ്കിൽ ഞങ്ങൾ അംഗബലത്തിൽ എണ്ണസംഖ്യയിൽ എത്രയോ ഉണ്ട്, ഓരോരുത്തരും ഇത്ര ആളുകള് ഇത്ര മലക്കിന് കൈകാര്യം പറഞ്ഞ് മലക്കുകളെ ഈ ആയത്തിനെ പരിഹസിച്ചിട്ടുണ്ട് മുശ്രിക്കുകൾ. അള്ളാഹു പറയുന്നു, ആ കാവൽക്കാരിൽ നേതാവ് മാലിക്കാണ്. ഇത് നരകവാസികൾക്ക് അറിയാം. അതാണ് നരകവാസികൾ പറയണം, മാലിക്, അവര് മാലിക്കേ എന്ന് വിളിച്ചിട്ട് പറയണം, റബ്ബുക, ഞങ്ങൾക്ക് മരണം വിധിക്കാൻ എന്റെ റബ്ബിനോടൊന്ന് പോയി പറയുമെന്ന്. ആ തീജോലകൾ ഏറ്റുവാങ്ങി ശിക്ഷ ഏറ്റുവാങ്ങുന്ന സമയത്ത് അവർ വിളിച്ചു പറയാം. അപ്പൊ മാലിക് എന്താ പറയാ? ഖാല ഇന്നക്കും മാകിസൂൻ, മരിക്കാനായിട്ടില്ല, നിങ്ങൾ ഇനിയും ഇവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. ഈ ആയത്തിന് വിശദീകരണം പോലെയുള്ള ആളുകളുടെ തഫ്സീരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫമഖസു അൽഫ സനതി മിമ്മാ തഅദും, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 കൊല്ലം ആ നരകവാസികൾ അവിടെ ജീവിച്ചിട്ടുണ്ട്. 1000 കൊല്ലം. 1000 കൊല്ലം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാണ് അവരിങ്ങനെ ആവശ്യപ്പെടുക. അപ്പം മാലിക് പറയാണ്, ഫഅജാബഹും ബഅദ അൽഫി ആമിൻ, 1000 കൊല്ലത്തിന് ശേഷം വീണ്ടും മാലിക് എന്താ പറയുന്നത്? ഇന്നക്കും മാകിസുൻ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ തീ ഒരു ചെറിയ സെക്കൻഡുകളോളം നമുക്ക് അതിന്റെ മുമ്പിൽ കൈവെക്കാൻ സാധ്യമല്ല. 1000 കൊല്ലം ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ കഴിച്ചു കൂട്ടിയിട്ട് വീണ്ടും മാലിക് പറയണം, മരണമില്ല, ഇന്നക്കും മാകിസൂൻ, യുഗങ്ങളോളം നരകത്തീയിൽ കത്തിച്ചാമ്പലായി
കഴിഞ്ഞുകൂടേണ്ട ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നാൽ ഏറ്റവും വലിയ നഷ്ടക്കാര് നമ്മളായിരിക്കും. കാരണം തൗഹീദിലെത്തി ഈ നന്മ പഠിക്കാൻ അവസരം ലഭിച്ചു, പല നന്മകളും ചെയ്തു തീർത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നരകമാണ് നാളെ ലഭിക്കുന്നത് എങ്കിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിരിക്കും. ഏറ്റവും അവസാനമായി 15ാമതായി നരകത്തിന്റെ ശബ്ദം ഞാൻ ആമുഖമായി കേൾപ്പിച്ചത്, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്. നരകത്തിൽ പോകേണ്ട, നരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നരകവാസികൾ ദൂരെ നിന്ന് നരകത്തിലേക്ക് അവരങ്ങനെ ആനയിക്കപ്പെടുന്ന സമയത്ത് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറ, അതിന്റെ ഭീകരമായ ശബ്ദം നരകവാസികൾ കേൾക്കും, അതിന്റെ ഇരമ്പിച്ച ഒച്ച കേൾക്കും. ഈ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നരകം ഒരുങ്ങി അവരെ വിഴുങ്ങാൻ അതിന്റെ സകല തയ്യാറെടുപ്പുകളോടുകൂടിയും ഒരുങ്ങി നിൽക്കുന്ന ശബ്ദം അവർ കേൾക്കും. നരകത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ അവർക്ക് ഏറ്റവും വലിയ ബേജാറോടുകൂടി സങ്കടത്തോടുകൂടി നരകത്തിലേക്ക് അവർ ആനയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 15 നരകത്തിന്റെ ഒരുപാട് യാതനകൾ 15 മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. എന്തുകൊണ്ട്? റമളാനും നരകമോചനവും തമ്മിൽ ബന്ധമുണ്ട്. ഈ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. 2 കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് പ്രവർത്തനമാണ്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്താൻ, റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തുല്ലാഹി വസ്സലാമുഹു അലാ അഫ്ളലിർ റസൂൽ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അവസാനത്തെ 10ലാണ്. അടുത്ത വർഷം നമ്മിൽ ആരെല്ലാം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായ ആരോഗ്യമുള്ള യാതൊരു അസുഖവും പിടിപെടാത്ത പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ധാരാളം റമദാനിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള വലിയ ആഫിയത്തും ദീർഘായുസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് കനിഞ്ഞേകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിൽ ഈ അവസാനത്തെ 10 സ്വതക്കകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളിൽ എന്താണ് പ്രവാചകരെ ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച നീ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫഅഫു അന്നി, എന്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് പാപം പൊറുക്കാൻ, നന്മകൾ ലഭിക്കാൻ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അത് സൃഷ്ടികളിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്. അതുകൊണ്ട് അഫ്വ് കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിരന്തരമായി ധാരാളമായി ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം, പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഫിത്ർ സക്കാത്തിന്റെ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തുഹറത്തുൽ ലിസ്വായി, നോമ്പുകാരനെ അതൊരു ശുദ്ധീകരണമാണ്. മിനൽ ലഗ്വി വറഫത്ത്, നോമ്പിലുണ്ടായ എന്തെങ്കിലും അധർമ്മമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ ഉള്ള മാർഗങ്ങളിൽ ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഅമത്തുൽ ലിൽ മസാകീൻ, അത് പാവപ്പെട്ടവന് ഭക്ഷണവുമാണ്. അപ്പൊ സക്കാത്തിന്റെ അർഹരിലേക്കാണ് ആ ഭക്ഷണം കൊടുക്കേണ്ടത്. ആ ഫിത്ർ സക്കാത്തിന്റെ ഒരു നാട്ടിൽ എന്താണോ അവിടുത്തെ മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്നത്, അവര് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടുകളിലൊക്കെ അരിയാണ് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമ്മള് ബിരിയാണിയുടെ അരി ഒരാൾക്ക് 170 രൂപയാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പിൽ വന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടാനും പുറത്തു ലഭിക്കാനും വലിയൊരു സ്വതക്കയാണ് ഫിത്ർ സക്കാത്ത്. ഇൻഷാ അല്ലാഹ് റമദാൻ 28-ന്റെ മുമ്പ് അത് കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിക്കണമെന്ന് കൂടി ഈ സമയത്ത് സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരമാണ്. പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പ്രവാചകന്റെ ചര്യ സുന്നത്ത് പള്ളിക്ക് പുറത്തായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈദ്ഗാഹുകളിൽ വെച്ച്. ഇൻഷാ അല്ലാഹ് നമ്മൾ 7:30 എന്നാണ് പെരുന്നാള്, അന്നേ ദിവസം 7:30 ആസാദ്